ഹലോ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നത്തെ വീഡിയോ കൊല്ലം ബീച്ചിലേക്കൊരു യാത്രയും ഇൻഡിപെൻഡൻസ് ഡേയും ആണേ. ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനാണ് കേട്ടോ ഇത്. ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൽ 2 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു കണ്ടക്ട് ചെയ്തത്. ഇന്നലെ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള പ്രോഗ്രാമായിരുന്നു, ഇന്ന് ഹയർ സെക്ഷനുള്ള പ്രോഗ്രാമായിരുന്നു. അങ്ങനെ 2 ദിവസമായിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഇന്നത്തെ പ്രോഗ്രാമിൽ ഹയർ സെക്ഷനിലെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമായിരുന്നു. അവരുടെ പരേഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 4 ഹൗസാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത്. ആ 4 ഹൗസിൻ്റെയും പരേഡ് പ്ലസ് കുഞ്ഞുങ്ങളുടെ അംബ്രല്ല ഡാൻസും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം ബലൂണ്, അതായത് നമ്മളുടെ ട്രൈ കളർ ബലൂണ്, അതിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നേ. നമ്മുടെ രാജ്യം ഇന്ന് 78ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ സ്കൂളിൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് 2ാമത്തെ ദിവസമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ട്രൈ കളർ ബലൂൺസ് ഉണ്ടായിരുന്നു. ആ ബലൂൺസ് നമ്മൾ ആകാശത്തേക്ക് പറത്തിവിടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിരുന്നത്. അത് ആകാശത്തേക്ക് പറന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു 3 കളേഴ്സും പോകുന്നത് കാണാനായിട്ട്. ഈ കൊടുത്തിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണേ. നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഫ്ലാഗ് മേക്കിങ്ങിൻ്റെ. അത് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ കുഞ്ഞുങ്ങൾ നല്ല വൃത്തിയായിട്ട് അവർ ഫ്ലാഗ് നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചെടുത്തു. ഇന്ന് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നേ. ആ സോങ്ങിന് മുന്നേയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു ഇതൊക്കെ. എങ്ങനെ നിൽക്കണം, നമ്മൾ അന്നേരം സാരി സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ കളർ രീതിയിലായിരുന്നു നമ്മൾ സാരി സെലക്ട് ചെയ്തത്. അപ്പോൾ അതിലെ ഓരോ മെമ്പേഴ്സും ആണേ, നമ്മളൊരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും റെഡിയാണ് പ്രോഗ്രാമിന്. പാട്ട് പാടാൻ അറിയാമോ ഇല്ല, എന്തായാലും ഞങ്ങൾ റെഡിയാണേ. ഞങ്ങൾക്ക് ഇന്ന് 11:30 വരെ ഉള്ളായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ നേരെ കൊല്ലം ബീച്ചിലേക്ക് വിട്ടു. ഞാനും ദേവച്ചുവും പിന്നെ എൻ്റെ ക്യാമറാമാനും. കൊല്ലം ബീച്ചിലോട്ട് ചെന്നപ്പോഴത്തേക്ക് പറയണ്ട, അത്രയും നേരം മഴയുണ്ടായിരുന്നു. അതിനുശേഷം പൊള്ളുന്ന വെയിൽ. പിന്നീട് നമുക്ക് മൈലാഞ്ചി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഹരമാണ്. അപ്പോൾ അവിടെ മൈലാഞ്ചി ചെയ്യുന്ന ഒരു അക്കയുണ്ടായിരുന്നു. അക്കയുടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അക്ക ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ മൈലാഞ്ചി ഇട്ട് തന്നു. അതിനുശേഷം വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അച്ചെടുത്ത് എൻ്റെ കൈത്തണ്ടയിൽ വീണ്ടും അത് മൈലാഞ്ചി ചെയ്തു തന്നു. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ഭംഗിയുണ്ടോ? എനിക്ക് എവിടെ പോയാലും മൈലാഞ്ചി കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഹരമാണ് മൈലാഞ്ചി ഇടാനായിട്ട്. ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് 20 രൂപയുടെ ചിലവേ ഉള്ളെന്നുണ്ടെങ്കിലും പക്ഷേ ഇട്ട് തരാൻ ഒരാൾ വേണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കൊല്ലം ബീച്ചിൽ പോയതെന്ന് സാരം. അപ്പോൾ ശരി, വീണ്ടും കാണും വരെ വണക്കം.